ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ ഗലാത്യ 1 മുതൽ 6 വരെ അധ്യായങ്ങളിൽ നിന്നും തയ്യാറാക്കിയ ഓപ്ഷനോട് കൂടിയ ചോദ്യോത്തരങ്ങളുടെ 3-ാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം അടിസ്ഥാനമാക്കി 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 2/5/2026 രാത്രി 8 മുതൽ 10:30 വരെയുള്ള സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതി. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്നു പീഡിപ്പിച്ചത് ആരെന്നാണ് ഗലാത്യ 4:29 പറയുന്നത്? എ. ശാരീരിക രീതിയിൽ ജനിച്ചവൻ, ബി. വിജാതീയർ, സി. ഹാഗാർ, ഡി. ഇസ്മായേൽ. ഉത്തരം എ. ശാരീരിക രീതിയിൽ ജനിച്ചവൻ. ചോദ്യം 2. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ആ പുത്രൻ ആരിൽ നിന്ന് ജാതനായി എന്നാണ് വചനം പറയുന്നത്? എ. മറിയത്തിൽ നിന്ന്, ബി. തിരഞ്ഞെടുക്കപ്പെട്ടവളിൽ നിന്ന്, സി. സ്ത്രീയിൽ നിന്ന്, ഡി. കന്യകയിൽ നിന്ന്. ഉത്തരം സി. സ്ത്രീയിൽ നിന്ന്. ചോദ്യം 3. ഏത് സാഹചര്യത്തിൽ മാത്രമേ ഒരു മധ്യവർത്തിയുടെ ആവശ്യം വരുന്നുള്ളൂ? എ. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ, ബി. പരസ്പരം അറിയില്ലെങ്കിൽ, സി. പരസ്പര വിശ്വാസമില്ലെങ്കിൽ, ഡി. അനേകം പേരുണ്ടെങ്കിൽ. ഉത്തരം എ. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ. ചോദ്യം 4. എന്തിനു വേണ്ടിയാണ് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി എന്ന് പൗലോസ് പറയുന്നത്? എ. ക്രിസ്തുവിനായി ജീവിക്കേണ്ടതിന്, ബി. യേശുവിനായി ജീവിക്കേണ്ടതിന്, സി. ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ഡി. കർത്താവിനായി ജീവിക്കേണ്ടതിന്. ഉത്തരം സി. ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ചോദ്യം 5. എന്തിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. യേശുക്രിസ്തുവിലൂടെ, ബി. വചനത്തിലൂടെ, സി. പരിശുദ്ധാത്മാവിലൂടെ, ഡി. അബ്രാഹത്തിലൂടെ. ഉത്തരം സി. പരിശുദ്ധാത്മാവിലൂടെ. ചോദ്യം 6. ഗലാത്യ 4:22 അബ്രാഹത്തിൻ്റെ 2 പുത്രന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എപ്രകാരമാണ്? എ. 2 പേരും ദാസിമാരിൽ നിന്ന്, ബി. ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്, സി. 2 പേരും സ്വതന്ത്രരിൽ നിന്ന്, ഡി. 2 പേരും വാഗ്ദാന പുത്രന്മാർ. ഉത്തരം ബി. ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. ചോദ്യം 7. എന്ത് സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 5:2 പറയുന്നത്? എ. പരിച്ഛേദനം, ബി. അശുദ്ധി, സി. മോശയുടെ നിയമം, ഡി. ദുഷ്ടാരൂപിയെ. ഉത്തരം എ. പരിച്ഛേദനം. ചോദ്യം 8. ഏത് കാര്യത്തിലാണ് താൻ തീക്ഷ്ണമതിയായിരുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ് അവകാശപ്പെടുന്നത്? എ. യഹൂദമത കർമ്മങ്ങളിൽ, ബി. പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ, സി. ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുന്ന കാര്യത്തിൽ, ഡി. സഭയെ ഉന്മൂലനം ചെയ്യുന്നതിൽ. ഉത്തരം ബി. പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ. ചോദ്യം 9. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. തുടർന്നുള്ള പൗലോസിൻ്റെ പ്രസ്താവന എന്താണ്? എ. കാലിത്തൊഴുത്തിൽ ജനിച്ചു, ബി. നിയമത്തിന് വിധേയനായി ജീവിച്ചു, സി. നിയമത്തിന് അധീനനായി ജനിച്ചു, ഡി. ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചു. ഉത്തരം സി. നിയമത്തിന് അധീനനായി ജനിച്ചു. ചോദ്യം 10. വിശ്വാസികൾ എന്ത് കാത്തു സൂക്ഷിക്കണമെന്നാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? എ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, ബി. ലഭിച്ച വാഗ്ദാനങ്ങൾ, സി. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ, ഡി. യേശുക്രിസ്തുവിൻ്റെ കൃപാവരങ്ങൾ. ഉത്തരം സി. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ. ചോദ്യം 11. ദൈവദൂതന്മാർ വഴി ആരിലൂടെയാണ് നിയമം വിളംബരം ചെയ്യപ്പെട്ടത്? എ. യേശുക്രിസ്തുവിലൂടെ, ബി. പരിശുദ്ധാത്മാവിലൂടെ, സി. മധ്യവർത്തിയിലൂടെ, ഡി. മോശയിലൂടെ. ഉത്തരം സി. മധ്യവർത്തിയിലൂടെ.
ചോദ്യം 12. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത് എന്താണ്? എ. ആത്മാവിൻ്റെ അഭിഷേകം, ബി. സുവിശേഷം, സി. വിശ്വാസം, ഡി. വചനപ്രഘോഷണ വരം. ഉത്തരം ബി. സുവിശേഷം. ചോദ്യം 13. നല്ല കാര്യത്തിൽ താൽപ്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, ഇതേ തുടർന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് എന്ത്? എ. എക്കാലത്തും നല്ലത് തന്നെ, ബി. എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കണം, സി. എല്ലായ്പ്പോഴും നല്ലത് തന്നെ, ഡി. എപ്പോഴും അങ്ങനെ തന്നെ. ഉത്തരം സി. എല്ലായ്പ്പോഴും നല്ലത് തന്നെ. ചോദ്യം 14. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം എവിടേക്കാണ് അയച്ചത്? എ. നമ്മുടെ ഹൃദയത്തിലേക്ക്, ബി. നമ്മുടെ ശരീരത്തിലേക്ക്, സി. നമ്മളിലേക്ക്, ഡി. നമ്മുടെ ആത്മാവിലേക്ക്. ഉത്തരം എ. നമ്മുടെ ഹൃദയത്തിലേക്ക്. ചോദ്യം 15. ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഗലാത്തിയായിലെ സഭയിലുണ്ടായിരുന്നവർ യഥാർത്ഥത്തിൽ ആരെയാണ് സേവിച്ചിരുന്നത്? എ. വിഗ്രഹങ്ങളെ, ബി. പിശാചിനെ, സി. ദൈവമല്ലാത്തവയെ, ഡി. ദേവന്മാരെ. ഉത്തരം സി. ദൈവമല്ലാത്തവയെ. ചോദ്യം 16. ഗലാത്തിയ 4:29 പറയുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ. യേശുക്രിസ്തു, ബി. ഇസഹാക്ക്, സി. ഇസ്മായേൽ, ഡി. സ്നാപക യോഹന്നാൻ. ഉത്തരം ബി. ഇസഹാക്ക്. ചോദ്യം 17. കേപ്പായെ കൂടാതെ ജെറുസലേമിൽ പൗലോസ് കണ്ടത് ആരെയാണ്? എ. ബാർണബാസിനെ, ബി. തീത്തോസിനെ, സി. യാക്കോബിനെ, ഡി. പ്രിഷില്ലയെ. ഉത്തരം സി. യാക്കോബിനെ. ചോദ്യം 18. ഗലാത്തിയ 4:10 ഗലാത്തിയാക്കാർ ആചരിച്ചിരുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നുണ്ട്. ഇതിൽ മൂന്നാമത്തേത് ഏത്? എ. ഋതുക്കൾ, ബി. ആഴ്ചകൾ, സി. ദിവസങ്ങൾ, ഡി. വർഷങ്ങൾ. ഉത്തരം എ. ഋതുക്കൾ. ചോദ്യം 19. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ നിയമം നൽകപ്പെടാനുള്ള കാരണമെന്താണ്? എ. തിന്മ നിമിത്തം, ബി. അനീതി നിമിത്തം, സി. പാപങ്ങൾ നിമിത്തം, ഡി. അജ്ഞത നിമിത്തം. ഉത്തരം സി. പാപങ്ങൾ നിമിത്തം. ചോദ്യം 20. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ എവിടെ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്. എ. ശരീരത്തിൽ, ബി. നിങ്ങളിൽ തന്നെ, സി. ലൗകികതയിൽ, ഡി. ജഡത്തിൽ. ഉത്തരം എ. ശരീരത്തിൽ. ചോദ്യം 21. വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിക്കുന്നവന് എന്ത് സംഭവിക്കും? എ. അവൻ ശിക്ഷിക്കപ്പെടും, ബി. അവൻ ശപിക്കപ്പെട്ടവനാകും, സി. അവൻ തിരസ്കൃതനാകും, ഡി. അവൻ നിത്യശിക്ഷയ്ക്ക് അർഹനാകും. ഉത്തരം ബി. അവൻ ശപിക്കപ്പെട്ടവനാകും. ചോദ്യം 22. ആരാണ് നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവൻ? എ. മോശയുടെ നിയമം പാലിക്കുന്ന ഓരോ മനുഷ്യനും, ബി. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും, സി. പരിച്ഛേദനം നടത്തിയ ഓരോ മനുഷ്യനും, ഡി. പരിച്ഛേദനത്തിന് വിധേയനായ ഓരോ മനുഷ്യനും. ഉത്തരം ബി. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും. ചോദ്യം 23. ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അവനെ വീണ്ടെടുക്കുമ്പോൾ നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കണം? എ. നിങ്ങളും പാപത്തിൽ വീഴാതിരിക്കാൻ, ബി. നിങ്ങളും അശുദ്ധരാകാതിരിക്കാൻ, സി. നിങ്ങളും തെറ്റിൽ അകപ്പെടാതിരിക്കാൻ, ഡി. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ. ഉത്തരം ഡി. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ. ചോദ്യം 24. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഗലാത്യ 3:23 പറയുന്നത്. എ. നിയമത്തിൻ്റെ കാവലിലായിരുന്നു, ബി. പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു, സി. നിയമത്തിൻ്റെ കീഴിലായിരുന്നു, ഡി. നിയമത്തിൻ്റെ നിഴലിലായിരുന്നു. ഉത്തരം എ. നിയമത്തിൻ്റെ കാവലിലായിരുന്നു. ചോദ്യം 25.
എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? എ 1, ബി 2, സി 3, ഡി 10. ഉത്തരം സി 3. ചോദ്യം 26. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരുന്നാൽ ഭാവിയിൽ നമുക്ക് എന്ത് നേടാം എന്നാണ് ഗലാത്യ 6:9 പറയുന്നത്? എ ദൈവരാജ്യം, ബി സ്വർഗരാജ്യം, സി നിത്യജീവൻ, ഡി യഥാകാലം വിളവെടുക്കാം. ഉത്തരം ഡി യഥാകാലം വിളവെടുക്കാം. ചോദ്യം 27. ഗലാത്യ ഇന്നത്തെ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? എ ആധുനിക തുർക്കി, ബി റോമ, സി ഗ്രീസ്, ഡി സിറിയ. ഉത്തരം എ ആധുനിക തുർക്കി. ചോദ്യം 28. വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടത് എന്താണെന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 3:14 പ്രസ്താവിക്കുന്നത്? എ ദൈവത്തിൻ്റെ വാഗ്ദാനം, ബി ഒരു പുതിയ സൃഷ്ടിയായി തീരുക, സി ആത്മാവിൻ്റെ വാഗ്ദാനം, ഡി ക്രിസ്തുവിൻ്റെ ആത്മാവിനെ. ഉത്തരം സി ആത്മാവിൻ്റെ വാഗ്ദാനം. ചോദ്യം 29. പൗലോസ് മുൻപന്തിയിൽ ആയിരുന്നത് എന്തിൽ? എ നിയമം പാലിക്കുന്നതിൽ, ബി വിശ്വാസ തീക്ഷ്ണതയിൽ, സി യഹൂദമത കാര്യങ്ങളിൽ, ഡി ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ. ഉത്തരം സി യഹൂദമത കാര്യങ്ങളിൽ. ചോദ്യം 30. അപ്പസ്തോലനാകാൻ വിളി ലഭിച്ചയുടനെ എവിടേക്കാണ് പൗലോസ്ലീഹ പോയത്? എ ജെറുസലേം, ബി അറേബ്യ, സി ദമാസ്കസ്, ഡി സിറിയ. ഉത്തരം ബി അറേബ്യ. ചോദ്യം 31. കേപ്പയുടെയും കൂട്ടരുടെയും എന്തുമൂലമാണ് ബർണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടത്? എ കപടമായ പെരുമാറ്റം, ബി വഴിവിട്ട ജീവിതം, സി ആത്മാർത്ഥത ഇല്ലായ്മ, ഡി സ്ഥിരതയില്ലായ്മ. ഉത്തരം എ കപടമായ പെരുമാറ്റം. ചോദ്യം 32. ഗലാത്യ 4:9 വിശുദ്ധ പൗലോസ് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ബി 2. ചോദ്യം 33. യാക്കോബും കേഫായും യോഹന്നാനും ആദിമസഭയിലെ എന്തായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്? എ നേതാക്കളായി, ബി നെടും തൂണുകളായി, സി ശ്രേഷ്ഠന്മാരായി, ഡി നേതൃസ്തംഭങ്ങളായി. ഉത്തരം ഡി നേതൃസ്തംഭങ്ങളായി. ചോദ്യം 34. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുന്നതിനൊപ്പം തന്നെ എന്തിന് വിധേയരാകരുത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ പാപത്തിൻ്റെ അടിമത്തത്തിന്, ബി അടിമത്തത്തിൻ്റെ ദുഃഖത്തിന്, സി പാപത്തിന്, ഡി അടിമത്തത്തിന്. ഉത്തരം ബി അടിമത്തത്തിൻ്റെ ദുഃഖത്തിന്. ചോദ്യം 35. കേപ്പയുടെയും ഒപ്പമുണ്ടായിരുന്ന യഹൂദരുടെയും കപടമായ പെരുമാറ്റം ബാർണബാസിൽ പോലും വരുത്തിയ മാറ്റം എന്താണ്? എ സത്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടു, ബി വഴിതെറ്റിക്കപ്പെട്ടു, സി വിശ്വാസം നഷ്ടപ്പെടുത്തി, ഡി നിരാശനാക്കി. ഉത്തരം ബി വഴിതെറ്റിക്കപ്പെട്ടു. ചോദ്യം 36. ആര് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല എന്നാണ് വചനം പറയുന്നത്? എ ക്രിസ്തു, ബി ദൈവാത്മാവ്, സി പരിശുദ്ധാത്മാവ്, ഡി ആത്മാവ്. ഉത്തരം ഡി ആത്മാവ്. ചോദ്യം 37. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേഫായും യോഹന്നാനും പൗലോസിന് എന്ത് ലഭിച്ചിരിക്കുന്നുവെന്നാണ് കണ്ടത്? എ പരിശുദ്ധാത്മ അഭിഷേകം, ബി ദൈവത്തിൻ്റെ കൃപ, സി ദൈവാത്മാവിനെ, ഡി ദൈവത്തിൻ്റെ ജ്ഞാനം. ഉത്തരം ബി ദൈവത്തിൻ്റെ കൃപ. ചോദ്യം 38. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ എന്തായിരിക്കെയാണ് നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് എന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്? എ ഉദ്ധിതനായി കാണപ്പെട്ടിരിക്കെ, ബി ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ, സി ക്രൂശിതനായി കാണപ്പെട്ടിരിക്കെ, ഡി മഹത്വീകരിക്കപ്പെട്ടവനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. ഉത്തരം ബി ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. ചോദ്യം 39. കേപ്പായെ കാണാൻ പൗലോസ്ലീഹ എവിടേക്കാണ് പോയത്?
എ അറേബ്യ, ബി ദമാസ്കസ്, സി ജെറുസലേം, ഡി കിലിക്യ. ഉത്തരം സി ജെറുസലേം. ചോദ്യം 40. എവിടെ വെച്ചാണ് പൗലോസ് കേഫയെ മുഖത്തു നോക്കി എതിർത്തത്? എ അന്ത്യോക്യയിൽ, ബി ജെറുസലേമിൽ, സി റോമിൽ, ഡി കോറിന്തോസിൽ. ഉത്തരം എ അന്ത്യോക്യയിൽ. ചോദ്യം 41. താൻ എഴുതിയത് സത്യമാണെന്നതിന് പൗലോസ് ആരെ സാക്ഷിയാക്കുന്നു? എ കേഫായെ, ബി തന്നെ, സി ദൈവത്തെ, ഡി ഗലാത്യക്കാരെ. ഉത്തരം സി ദൈവത്തെ. ചോദ്യം 42. ആർക്കു വേണ്ടിയാണ് സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയത് എന്നാണ് എതിരാളികൾ ആരോപിച്ചത്? എ യഹൂദർക്ക് വേണ്ടി, ബി പൗലോസിന് വേണ്ടി, സി വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ഡി ദരിദ്രർക്ക് വേണ്ടി. ഉത്തരം സി വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. ചോദ്യം 43. അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ഗലാത്യ 3:12. ഇവിടെ അവ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എ പാരമ്പര്യത്തെ, ബി ബലികളെ, സി നിയമത്തെ, ഡി പാപത്തെ. ഉത്തരം സി നിയമത്തെ. ചോദ്യം 44. ഗലാത്യ 5, 6 എന്നീ 2 അധ്യായങ്ങളിലുമായി എത്ര തവണ വിശുദ്ധ പൗലോസ് ഗലാത്യരെ സഹോദരരെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം സി 4. ചോദ്യം 45. ദൈവത്തിനായി ജീവിക്കേണ്ടതിന് താൻ എന്തു ചെയ്തു എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:19 പ്രഖ്യാപിക്കുന്നത്? എ സ്നാനപ്പെട്ടിരിക്കുന്നു, ബി നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി, സി ക്രൂശിതനായിരിക്കുന്നു, ഡി മൃതനായിരിക്കുന്നു. ഉത്തരം ബി നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ചോദ്യം 46. എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണ്? എ സങ്കീർത്തനങ്ങളിൽ, ബി നിയമഗ്രന്ഥത്തിൽ, സി സുവിശേഷത്തിൽ, ഡി പ്രവാചക പുസ്തകങ്ങളിൽ. ഉത്തരം ബി നിയമഗ്രന്ഥത്തിൽ. ചോദ്യം 47. ഗലാത്യ 3:6 പ്രകാരം അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ പ്രസ്താവിക്കുന്ന അവൻ ആരാണ്? എ മോശ, ബി ക്രിസ്തു, സി അബ്രാഹം, ഡി പൗലോസ്. ഉത്തരം സി അബ്രാഹം. ചോദ്യം 48. ഗലാത്യ 2:1 സമാനമായ വാക്യം ഏത്? എ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15:12, 15:13, 15:2, 15:3. ഉത്തരം സി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15:2. ചോദ്യം 49. ഏത് കാലം വരെയാണ് നമ്മൾ നിയമത്തിന് അധീനരായി കഴിഞ്ഞത് എന്നാണ് ഗലാത്യ 3:23 പറയുന്നത്? എ വാഗ്ദാനം പ്രാപിക്കുന്നതുവരെ, ബി സഭ സ്ഥാപിക്കുന്നതുവരെ, സി ക്രിസ്തുവിൻ്റെ കാലം വരെ, ഡി വിശ്വാസം വെളിപ്പെടുന്നതുവരെ. ഉത്തരം ഡി വിശ്വാസം വെളിപ്പെടുന്നതുവരെ. ചോദ്യം 50. ഗലാത്യ 2:6 സമാനമായ വാക്യം ഏത്? എ നിയമാവർത്തനം 10:17, 10:18, 10:19, 10:20. ഉത്തരം എ നിയമാവർത്തനം 10:17. ചോദ്യം 51. ഗലാത്യ 1-ാം അധ്യായത്തിലെ 3-ാം തലക്കെട്ട് എന്ത്? എ അഭിവാദനം, ബി മറ്റൊരു സുവിശേഷമില്ല, സി അപ്പസ്തോലരാകാനുള്ള വിളി, ഡി സമാപനം. ഉത്തരം സി അപ്പസ്തോലനാകാനുള്ള വിളി. ചോദ്യം 52. അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഗലാത്യ 2:7 പറയുന്നത്? എ പൗലോസിനെ, ബി കേഫായെ, സി ബാർണബാസിനെ, ഡി തീത്തോസിനെ. ഉത്തരം എ പൗലോസിനെ. ചോദ്യം 53. ഏത് കാലാവധി വരെയാണ് പിന്തുടർച്ചാവകാശി രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കുന്നത്? എ പ്രായപൂർത്തിയാകുന്നതുവരെ, ബി പിതാവ് ആഗ്രഹിക്കുന്ന കാലം വരെ, സി പിതാവ് നിശ്ചയിച്ച കാലം വരെ,
ഡി പക്വത പ്രാപിക്കുന്നതുവരെ. ഉത്തരം സി പിതാവ് നിശ്ചയിച്ച. ചോദ്യം 54. ഗലാത്യ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ തലക്കെട്ട് എന്ത്? എ ക്രിസ്തീയ സ്വാതന്ത്ര്യം, ബി ക്രിസ്തീയ വിശ്വാസം, സി ക്രിസ്തുവിലുള്ള ജീവിതം, ഡി സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി. ഉത്തരം എ ക്രിസ്തീയ സ്വാതന്ത്ര്യം. ചോദ്യം 55. നിയമം വഴി ഒരുവനും നീതീകരിക്കപ്പെടാത്തത് എവിടെയാണ്? എ ലോകത്തിൻ്റെ മുൻപിൽ, ബി ദൈവസന്നിധിയിൽ, സി സഭയിൽ, ഡി ക്രൈസ്തവ വിശ്വാസത്തിൽ. ഉത്തരം ബി ദൈവസന്നിധിയിൽ. ചോദ്യം 56. ഗലാത്യ 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 22, ബി 18, സി 16, ഡി 17. ഉത്തരം ബി 18. ചോദ്യം 57. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് തങ്ങളെ എന്ത് ചെയ്യാനാണ് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ അവരുടെ നിയന്ത്രണത്തിലാക്കുന്നതിന്, ബി അടിമത്തത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നതിന്, സി പഴയതിലേക്ക് തിരികെ പോകുന്നതിന്, ഡി മോശയുടെ നിയമം നടപ്പിലാക്കുന്നതിന്. ഉത്തരം ബി അടിമത്തത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നതിന്. ചോദ്യം 58. ഗലാത്യയിലെ സഭയോട് ആരെപ്പോലെയാകാനാണ് വിശുദ്ധ പൗലോസ് ഉപദേശിക്കുന്നത്? എ മോശയെപ്പോലെ, ബി അബ്രാഹത്തെപ്പോലെ, സി യേശുക്രിസ്തുവിനെ പോലെ, ഡി എന്നെപ്പോലെ, അതായത് പൗലോസിനെ പോലെ. ഉത്തരം ഡി എന്നെപ്പോലെ. ചോദ്യം 59. ഗലാത്യ 3:17 സമാനമായി പഴയ നിയമത്തിൽ പറയുന്ന വാക്യമേത്? എ പുറപ്പാട് 12:40, ബി നിയമാവർത്തനം 6:4, സി ജോഷുവ 1:8, ഡി ന്യായാധിപന്മാർ 2:1. ഉത്തരം എ പുറപ്പാട് 12:40. ചോദ്യം 60. ഗലാത്യ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് എന്ത്? എ വിശ്വാസത്തിലൂടെ നീതീകരണം, ബി മറ്റൊരു സുവിശേഷമില്ല, സി പൗലോസിന് അംഗീകാരം, ഡി അഭിപ്രായ ഭിന്നത. ഉത്തരം എ വിശ്വാസത്തിലൂടെ നീതീകരണം. ചോദ്യം 61. ഗലാത്യയിലെ കുറേ ആളുകൾ സഭയോട് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്താണ്? എ സുവിശേഷത്തെ ദുഷിപ്പിക്കാൻ, ബി സഭയെ ഉപദ്രവിക്കാൻ, സി ഉപദ്രവിക്കാനും സുവിശേഷത്തെ ദുഷിപ്പിക്കാനും, ഡി സഭയെ വഴിതെറ്റിക്കാൻ. ഉത്തരം സി ഉപദ്രവിക്കാനും സുവിശേഷത്തെ ദുഷിപ്പിക്കാനും. ചോദ്യം 62. ക്രിസ്തു നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് എപ്രകാരമാണ്? എ കുരിശുമരണത്തിലൂടെ, ബി നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്, സി സ്വയം ബലിയായി തീർന്നുകൊണ്ട്, ഡി കുരിശുമരണവും ഉത്ഥാനവും വഴി. ഉത്തരം ബി നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്. ചോദ്യം 63. ഗലാത്യ 1-ാം അധ്യായം 2-ാം തലക്കെട്ടിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 5, ബി 6, സി 7, ഡി 8. ഉത്തരം എ 5. ചോദ്യം 64. ഗലാത്യ 5:9 സമാനമായ വാക്യം ഏതാണ്? എ 1 കോറിന്തോസ് 5:6, ബി ഏശയ്യ 15:14, സി 1 കോറിന്തോസ് 5:8, ഡി സങ്കീർത്തനങ്ങൾ 55:9. ഉത്തരം എ 1 കോറിന്തോസ് 5:6. ചോദ്യം 65. താൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ സ്വകാര്യമായി അവതരിപ്പിക്കുന്നതിനുള്ള കാരണമായി പൗലോസ് പറയുന്നത് എന്താണ്? എ താൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി, ബി താൻ ഓടിയതും ഓടുന്നതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി, സി താൻ ഓടുന്നതും ഓടിയതും വെറുതെയാകാതിരിക്കാൻ വേണ്ടി, ഡി താൻ ഓടുന്നതും ഓടിയതും നിരർത്ഥകമാകാതിരിക്കാൻ വേണ്ടി. ഉത്തരം എ താൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി. ചോദ്യം 66. ഗലാത്യ 3:5
യേശുക്രിസ്തു ഗലാത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച 2 കാര്യങ്ങൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇതിൽ ആദ്യം പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്, ബി. ആത്മാവിനെ നൽകിയതിന്, സി. പരിശുദ്ധാത്മാവിനെ നൽകിയതിന്, ഡി. അടയാളങ്ങൾ പ്രവർത്തിക്കുന്നതിന്. ഉത്തരം ബി. ആത്മാവിനെ നൽകിയതിന്. ചോദ്യം 67. സഭയുടെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ഒരു കാര്യം മാത്രമേ പൗലോസിനോടും ബർണ്ണബാസിനോടും ആവശ്യപ്പെട്ടുള്ളൂ. എന്താണത്? എ. വചനത്തോട് വിശ്വസ്തത പുലർത്തണം, ബി. അവഗണിക്കപ്പെട്ടവരെപ്പറ്റി ചിന്ത വേണം, സി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം, ഡി. ദരിദ്രരെപ്പറ്റി ചിന്ത വേണം. ഉത്തരം സി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 68. ആദ്യം പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലം ഏതാണ്? എ. സ്നേഹം, ബി. ആനന്ദം, സി. സമാധാനം, ഡി. ക്ഷമ. ഉത്തരം എ. സ്നേഹം. ചോദ്യം 69. ഞാൻ നിങ്ങൾക്ക് ഒരു ശത്രുവായോ എന്ന് തോന്നുവാൻ ഇടയായത് എന്തുകൊണ്ടാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്. എ. യഹൂദ ക്രിസ്ത്യാനികൾ മൂലം, ബി. വ്യാജ പ്രബോധകർ മൂലം, സി. സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട്, ഡി. നിങ്ങളെ ശാസിച്ചതുകൊണ്ട്. ഉത്തരം സി. സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട്. ചോദ്യം 70. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ ആര്? എ. ജെറുസലേമിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ, ബി. യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ, സി. സിറിയ, കിലിക്യ എന്നീ ദേശങ്ങളിലുള്ളവർ, ഡി. അപ്പസ്തോലന്മാർ. ഉത്തരം ബി. യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ. ചോദ്യം 71. ഗലാത്യ 3:7 പ്രകാരം വിശ്വാസമുള്ളവർ ആരെന്നാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? എ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ബി. വാഗ്ദാനം ലഭിച്ചവർ, സി. അബ്രാഹത്തിൻ്റെ മക്കൾ, ഡി. വചനം പാലിക്കുന്നവർ. ഉത്തരം സി. അബ്രാഹത്തിൻ്റെ മക്കൾ. ചോദ്യം 72. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? എ. 20, ബി. 22, സി. 24, ഡി. 30. ഉത്തരം സി. 24. ചോദ്യം 73. ഓരോരുത്തരും എന്ത് ചെയ്തേ മതിയാവൂ എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 6:5 പറയുന്നത്? എ. സ്വന്തം ഭാരം വഹിച്ച്, ബി. സ്വന്തം കുരിശു വഹിച്ച്, സി. സ്വന്തം പാപം വഹിച്ച്, ഡി. സ്വന്തം തെറ്റുകൾ വഹിച്ച്. ഉത്തരം എ. സ്വന്തം ഭാരം വഹിച്ച്. ചോദ്യം 74. അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് എന്തിനിടയാക്കി എന്നാണ് ഗലാത്യ 3:6 പറയുന്നത്? എ. നന്മയായി പരിഗണിക്കപ്പെടാൻ, ബി. വിശ്വാസികളുടെ പിതാവ് ആയി പരിഗണിക്കപ്പെടാൻ, സി. നീതിയായി പരിഗണിക്കപ്പെടാൻ, ഡി. ജനതകളുടെ പിതാവായി പരിഗണിക്കപ്പെടാൻ. ഉത്തരം സി. നീതിയായി പരിഗണിക്കപ്പെടാൻ. ചോദ്യം 75. ഗലാത്യ 3:6 സമാനമായി പുതിയ നിയമത്തിൽ പറയുന്ന വാക്യമേത്? എ. റോമ 10:38, ബി. 1 കൊറിന്തോസ് 10:39, സി. ഹെബ്രായർ 10:40, ഡി. റോമ 4:3. ഉത്തരം ഡി. റോമ 4:3. ചോദ്യം 76. ഗലാത്യ 2:10 പൗലോസ് ഇപ്രകാരം പറയുന്നു: അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ഏതു തന്നെ? എ. സുവിശേഷം പ്രസംഗിക്കുക, ബി. ദരിദ്രരെപ്പറ്റി ചിന്ത വേണം, സി. മരിച്ച് അവനോട് കൂടെ ആയിരിക്കുക, ഡി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ഉത്തരം ഡി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 77. ഗലാത്യ 3-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളുണ്ട്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം സി. 4. ചോദ്യം 78. പൗലോസ് ഗലാത്യയിലെ സഭകളെക്കുറിച്ച് ആശ്ചര്യപ്പെടാൻ കാരണമെന്ത്? എ. വ്യാജ പ്രബോധകർക്ക് വിധേയപ്പെട്ടതിനാൽ, ബി. വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതിനാൽ, സി. അവർ സത്യത്തിൽ നിന്നും അകന്നു പോയതിനാൽ, ഡി. വ്യത്യസ്തമായ മറ്റൊരു വിശ്വാസത്തിലേക്ക് തിരിഞ്ഞതിനാൽ. ഉത്തരം ബി. വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതിനാൽ. ചോദ്യം 79. അബദ്ധ പ്രബോധനങ്ങൾ വഴി ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ആര്? എ. യഹൂദ ക്രിസ്ത്യാനികൾ, ബി. വ്യാജ പ്രവാചകന്മാർ, സി. വ്യാജ പ്രബോധകർ,
ഡി ഗ്രീക്ക് ചിന്തകർ? ഉത്തരം എ യഹൂദ ക്രിസ്ത്യാനികൾ. ചോദ്യം 80. വചനം പഠിക്കുന്നവർ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് ആർക്ക് നൽകണം എന്നാണ് വചനം പറയുന്നത്? എ തൻ്റെ അധ്യാപകന്, ബി പുരോഹിതന്, സി ദേവാലയത്തിന്, ഡി ദരിദ്രർക്ക്. ഉത്തരം എ തൻ്റെ അധ്യാപകന്. ചോദ്യം 81. ഓരോ വ്യക്തിയും എന്ത് വിലയിരുത്തട്ടെ എന്നാണ് ഗലാത്യ 6:4 പറയുന്നത്? എ സ്വന്തം പ്രവൃത്തികൾ, ബി സ്വന്തം ചെയ്തികൾ, സി സ്വന്തം ജീവിതം, ഡി സ്വന്തം അവസ്ഥ. ഉത്തരം ബി സ്വന്തം ചെയ്തികൾ. ചോദ്യം 82. വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകാൻ യഹൂദ ക്രിസ്ത്യാനികൾ നിഷ്കർഷിച്ച കാര്യങ്ങളിൽ പെടാത്തത് ഏത്? എ മോശയുടെ നിയമങ്ങൾ അനുസരിക്കണം, ബി യഹൂദാചാരങ്ങളൊക്കെയും പാലിക്കണം, സി പരിച്ഛേദനത്തിന് വിധേയനാകണം, ഡി സാബത്ത് ആചരിക്കണം. ഉത്തരം ഡി സാബത്ത് ആചരിക്കണം. ചോദ്യം 83. എന്ത് എല്ലാവർക്കും അറിയാം എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ ആത്മാവിൻ്റെ ഫലങ്ങൾ, ബി ജഡത്തിൻ്റെ പ്രവണതകൾ, സി ജഡത്തിൻ്റെ വ്യവഹാരങ്ങൾ, ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. ഉത്തരം ഡി ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. ചോദ്യം 84. ഗലാത്യ 2:20 ദൈവപുത്രന് പൗലോസ് നൽകുന്ന 2 വിശേഷണങ്ങൾ ഏതൊക്കെ? എ എന്നെ തിരഞ്ഞെടുക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത, ബി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത, സി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്ത, ഡി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത. ഉത്തരം ബി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത. ചോദ്യം 85. ഗലാത്യ 3:15 പ്രകാരം ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം അതിൽ പിന്നീട് ചെയ്യാറില്ല എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം എന്താണ്? എ കൂട്ടിച്ചേർക്കാറില്ല, ബി അസാധുവാക്കാറില്ല, സി മാറ്റം വരുത്താറില്ല, ഡി തള്ളിപ്പറയാറില്ല. ഉത്തരം ബി അസാധുവാക്കാറില്ല. ചോദ്യം 86. സഭയുടെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ്? എ പത്രോസും പൗലോസും യോഹന്നാനും, ബി യാക്കോബും കേപ്പായും യോഹന്നാനും, സി പൗലോസും കേപ്പായും യാക്കോബും, ഡി പൗലോസും കേപ്പായും യോഹന്നാനും. ഉത്തരം ബി യാക്കോബും കേപ്പായും യോഹന്നാനും. ചോദ്യം 87. പുത്രന്മാരായി ദത്തെടുക്കപ്പെടേണ്ടതിന് ക്രിസ്തു ആരെയാണ് വിമുക്തരാക്കിയത്? എ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരെ, ബി നിയമത്തിന് വിധേയരായി കഴിഞ്ഞവരെ, സി നിയമത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരെ, ഡി നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. ഉത്തരം ഡി നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. ചോദ്യം 88. പരിശുദ്ധാത്മാവിലൂടെ എന്ത് ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ വിശ്വാസം വഴി നിത്യജീവൻ, ബി വിശ്വാസം വഴി നീതി, സി വിശ്വാസം വഴി വാഗ്ദാനം, ഡി വിശ്വാസം വഴി നന്മ. ഉത്തരം ബി വിശ്വാസം വഴി നീതി. ചോദ്യം 89. പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ഏത് പ്രായത്തിൽ അവൻ അടിമയിൽ നിന്നു വിഭിന്നനല്ല? എ പക്വത പ്രാപിക്കുന്ന കാലം വരെ, ബി ശിശുവായിരിക്കുന്നിടത്തോളം കാലം, സി ബാലനായിരിക്കുന്നിടത്തോളം കാലം, ഡി പ്രായപൂർത്തിയാകുന്നതുവരെ. ഉത്തരം സി ബാലനായിരിക്കുന്നിടത്തോളം കാലം. ചോദ്യം 90. ഗലാത്യ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ തലക്കെട്ട് എന്ത്? എ പരസ്പരം ഭാരം വഹിക്കുക, ബി പരസ്പരം സ്നേഹിക്കുക, സി പരസ്പരം സഹായിക്കുക, ഡി പരസ്പരം വിശ്വസ്തത പുലർത്തുക. ഉത്തരം സി പരസ്പരം സഹായിക്കുക. ചോദ്യം 91. എന്തു ചെയ്യുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:18 പറയുന്നത്? എ ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പടുത്തുയർത്തുന്നുവെങ്കിൽ, ബി ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ, സി ഞാൻ പണിതുയർത്തിയവ ഞാൻ തന്നെ വീണ്ടും നശിപ്പിക്കുന്നുവെങ്കിൽ,
ഡി ഞാൻ പടുത്തുയർത്തിയവ ഞാൻ തന്നെ വീണ്ടും നശിപ്പിക്കുന്നുവെങ്കിൽ? ഉത്തരം ബി ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ. ചോദ്യം 92. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:1 മുതൽ 19 വരെ വാക്യങ്ങൾക്ക് സമാനമായുള്ള ഗലാത്യ വാക്യം ഏത്? എ ഗലാത്യ 1:15, 4:16, 5:17, 2:18. ഉത്തരം എ ഗലാത്യ 1:15. ചോദ്യം 93. ഗലാത്യ 4:12 വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത്? എ എൻ്റെ കുഞ്ഞുമക്കളെ, ബി ഭോഷന്മാരായ ഗലാത്യക്കാരെ, സി സഹോദരരെ, ഡി വിശുദ്ധരെ. ഉത്തരം സി സഹോദരരെ. ചോദ്യം 94. ഹാഗാറിനെ ഏത് മലയോടാണ് വിശുദ്ധ പൗലോസ് താരതമ്യം ചെയ്തിരിക്കുന്നത്? എ സിയോൻ മലയോട്, ബി ഒലിവ് മലയോട്, സി അറേബ്യയിലെ സീനായ് മലയോട്, ഡി ഗലീലി മലയോട്. ഉത്തരം സി അറേബ്യയിലെ സീനായ് മലയോട്. ചോദ്യം 95. ഗലാത്യ 3:15 പ്രകാരം ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം അതിൽ പിന്നീട് ചെയ്യാറില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? എ കൂട്ടിച്ചേർക്കാറില്ല, ബി അസാധുവാക്കാറില്ല, സി മാറ്റം വരുത്താറില്ല, ഡി തള്ളിപ്പറയാറില്ല. ഉത്തരം എ കൂട്ടിച്ചേർക്കാറില്ല. ചോദ്യം 96. പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഡാഷ് അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? എ വിശ്വാസം നിമിത്തമോ, ബി നിയമാനുഷ്ഠാനം നിമിത്തമോ, സി വിശുദ്ധി നിമിത്തമോ, ഡി പ്രാർത്ഥന നിമിത്തമോ. ഉത്തരം ബി നിയമാനുഷ്ഠാനം നിമിത്തമോ. ചോദ്യം 97. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്തിലല്ലാതെ മറ്റൊന്നിനും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. എ സ്നേഹത്തിലല്ലാതെ, ബി കുരിശിലല്ലാതെ, സി കൃപയിലല്ലാതെ, ഡി വചനത്തിലല്ലാതെ. ഉത്തരം ബി കുരിശിലല്ലാതെ. ചോദ്യം 98. അധ്യായവും വാക്യവും ഏത്? ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു. എ ഗലാത്യ 4:23, ബി ഗലാത്യ 5:10, സി ഗലാത്യ 1:4, ഡി ഗലാത്യ 6:16. ഉത്തരം എ ഗലാത്യ 4:23. ചോദ്യം 99. അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പ്രസ്താവിക്കുന്ന 2 വാക്യങ്ങൾ ഏവ? എ ഗലാത്യ 5:12-13, ബി ഗലാത്യ 2:12-14, സി ഗലാത്യ 1:8-9, ഡി ഗലാത്യ 3:12-16. ഉത്തരം സി ഗലാത്യ 1:8-9. ചോദ്യം 100. ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? എ അനാദിയിൽ തന്നെ, ബി ദമാസ്കസിലേക്കുള്ള യാത്രയിൽ, സി മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ, ഡി ജനിക്കുന്നതിന് മുമ്പ് തന്നെ. ഉത്തരം സി മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. ചോദ്യം 101. പൗലോസ് ഗലാത്യയിലെ സഭകൾക്ക് ആശംസിക്കുന്നത് എന്താണ്? എ കൃപയും സന്തോഷവും, ബി കൃപയും സമാധാനവും, സി സന്തോഷവും സമാധാനവും, ഡി കൃപയും ശാന്തിയും. ഉത്തരം ബി കൃപയും സമാധാനവും. ചോദ്യം 102. അബ്രാഹത്തിൻ്റെ 2 പുത്രന്മാരിൽ ദാസിയുടെ പുത്രൻ്റെ ജനനം എപ്രകാരമായിരുന്നു എന്നാണ് പറയുന്നത്? എ അത്ഭുതകരമായ രീതിയിൽ, ബി ആത്മാവിൻ്റെ ശക്തിയാൽ, സി ശാരീരിക രീതിയിലുള്ള ജനനം, ഡി വാഗ്ദാനത്തിലൂടെയുള്ള ജനനം. ഉത്തരം സി ശാരീരിക രീതിയിലുള്ള ജനനം. ചോദ്യം 103. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും വിശുദ്ധ പൗലോസ് വീണ്ടും ഉറപ്പിച്ച് പറയുന്നത് എന്താണ്? എ അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്, ബി അവൻ ക്രിസ്തുവിനുള്ളവനല്ല, സി അവൻ വാഗ്ദാനത്തിന് യോഗ്യനല്ല, ഡി അവൻ സ്വതന്ത്രനല്ല. ഉത്തരം എ അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്.
ചോദ്യം 104 പൂരിപ്പിക്കുക. എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു ഡാഷ്. എ പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ? ബി തിന്മയുടെ ശുശ്രൂഷകനാണോ? സി നമ്മുടെ രക്ഷകനാണോ? ഡി നമ്മുടെ മോചനദ്രവ്യമാണോ? ഉത്തരം എ പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ? ചോദ്യം 105 ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല എന്നതിന് മുന്നോടിയായി പൗലോസ് പറയുന്നത് എന്താണ്? എ നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ, ബി വാഗ്ദാനത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ, സി നിയമത്തിലൂടെയാണ് നന്മ കൈവരുന്നതെങ്കിൽ, ഡി വിശ്വാസത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ. ഉത്തരം എ നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ. ചോദ്യം 106 പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിന്തുടർച്ചാവകാശി ആരുടെയെല്ലാം സംരക്ഷണത്തിലായിരിക്കും? എ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും, ബി പിതാവിൻ്റെയും മാതാവിൻ്റെയും, സി സഹോദരരുടെയും വേലക്കാരുടെയും, ഡി രക്ഷാകർത്താക്കളുടെയും ഗുരുക്കന്മാരുടെയും. ഉത്തരം എ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. ചോദ്യം 107 മൂന്നാമതായി പ്രതിപാദിക്കുന്ന ജഡത്തിൻ്റെ വ്യാപാരം ഏതാണ്? എ വിദ്വേഷം, ബി ദുർവൃത്തി, സി വിഗ്രഹാരാധന, ഡി മദ്യപാനം. ഉത്തരം ബി ദുർവൃത്തി. ചോദ്യം 108 ഏത് കാലഘട്ടത്തിലാണ് ഗലാത്തിയായിലെ സഭയിലുണ്ടായിരുന്നവർ ദൈവമല്ലാത്തവയെ സേവിച്ചിരുന്നത്? എ ദൈവത്തെ അറിയാതിരുന്ന, ബി ക്രിസ്തുവിനെ അറിയാതിരുന്ന, സി അജ്ഞതയുടെ കാലഘട്ടത്തിൽ, ഡി വിജാതീയരായിരുന്ന. ഉത്തരം എ ദൈവത്തെ അറിയാതിരുന്ന. ചോദ്യം 109 ഞാൻ എൻ്റെ ശരീരത്തിൽ എന്ത് ധരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ കർത്താവിൻ്റെ അടയാളങ്ങൾ, ബി ദൈവത്തിൻ്റെ അടയാളങ്ങൾ, സി യേശുവിൻ്റെ അടയാളങ്ങൾ, ഡി മഹത്വൻ്റെ അടയാളങ്ങൾ. ഉത്തരം സി യേശുവിൻ്റെ അടയാളങ്ങൾ. ചോദ്യം 110 കേപ്പയുടെയും ഒപ്പമുണ്ടായിരുന്ന യഹൂദരുടെയും കപടമായ പെരുമാറ്റം ആരെപ്പോലും വഴിതെറ്റിച്ചു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ ബാർണബാസിനെ പോലും, ബി തീത്തോസിനെ പോലും, സി തിമോത്തിയോസിനെ പോലും, ഡി ലൂക്കായെ പോലും. ഉത്തരം എ ബാർണബാസിനെ പോലും. ചോദ്യം 111 പൗലോസ് ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിച്ചതിനൊപ്പം അതിനെ എന്ത് ചെയ്യാൻ കൂടി പരിശ്രമിച്ചു? എ ഉന്മൂലനം ചെയ്യാൻ, ബി നശിപ്പിക്കാൻ, സി തകർക്കാൻ, ഡി ഇല്ലാതാക്കാൻ. ഉത്തരം എ ഉന്മൂലനം ചെയ്യാൻ. ചോദ്യം 112 വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. ഗലാത്യ 3:16. ഇവിടെ സന്തതി എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ ഇസ്രായേൽ ജനത്തെ, ബി ഇസഹാക്കിനെ, സി ക്രിസ്തുവിനെ, ഡി മോശയെ. ഉത്തരം സി ക്രിസ്തുവിനെ. ചോദ്യം 113 നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? എ അവസാനിച്ചിരിക്കുന്നു, ബി തകർക്കപ്പെട്ടിരിക്കുന്നു, സി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, ഡി വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ഉത്തരം സി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം 114 പൂരിപ്പിക്കുക. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് സകല മനുഷ്യർക്കും പ്രത്യേകിച്ച് ഡാഷ് ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. എ യേശുക്രിസ്തുവിൽ, ബി പരിശുദ്ധാത്മാവിൽ, സി കൃപയിൽ, ഡി വിശ്വാസത്താൽ. ഉത്തരം ഡി വിശ്വാസത്താൽ. ചോദ്യം 115 ഗലാത്യ 1:21 വിശുദ്ധ പൗലോസ് സന്ദർശിച്ച 2 സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ആ സ്ഥലങ്ങൾ? എ താർസീസ് കിലീക്യ, ബി സിറിയ യൂദയ, സി സിറിയ ജെറുസലേം, ഡി സിറിയ കിലിക്യ. ഉത്തരം ഡി സിറിയ കിലിക്യ. ചോദ്യം 116 പൗലോസിനോട് കൂടെയുണ്ടായിരുന്ന തീത്തോസ് ഏത് നാട്ടുകാരൻ ആയിരുന്നു? എ യഹൂദൻ, ബി ഗ്രീക്കുകാരൻ, സി റോമാക്കാരൻ, ഡി എഫേസോസുകാരൻ. ഉത്തരം ബി ഗ്രീക്കുകാരൻ. ചോദ്യം 117
14 വർഷത്തിന് ശേഷം ആരോട് കൂടെയാണ് പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത്? എ പത്രോസിനൊപ്പം, ബി സീലാസിനൊപ്പം, സി ബാർണബാസിനൊപ്പം, ഡി തിമോത്തിയോസിനൊപ്പം. ഉത്തരം സി ബാർണബാസിനൊപ്പം. ചോദ്യം 118. അധ്യായവും വാക്യവും ഏത്? കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. എ ഗലാത്യ 1:12, ബി 1:13, സി 1:14, ഡി 1:19. ഉത്തരം ഡി ഗലാത്യ 1:19. ചോദ്യം 119. ഗലാത്യ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തലക്കെട്ട് എന്ത്? എ പുത്രത്വവും അവകാശവും, ബി നിയമമോ വിശ്വാസമോ, സി നിയമവും വാഗ്ദാനവും, ഡി നിയമത്തിൻ്റെ ഉദ്ദേശം. ഉത്തരം ഡി നിയമത്തിൻ്റെ ഉദ്ദേശം. ചോദ്യം 120. പിന്നീട് 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി എന്ന് ഗലാത്യ 2:1 പറയുന്നു. അങ്ങനെയെങ്കിൽ ആദ്യ സന്ദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനമേത്? എ ഗലാത്യ 2:11, ബി ഗലാത്യ 2:18, സി ഗലാത്യ 1:18, ഡി ഗലാത്യ 1:14. ഉത്തരം സി ഗലാത്യ 1:18. ചോദ്യം 121. ഗലാത്യ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 26, ബി 22, സി 28, ഡി 24. ഉത്തരം എ 26. ചോദ്യം 122. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഗലാത്യ 5:16. ഇതിനു മുന്നോടിയായി വിശുദ്ധ പൗലോസ് പറയുന്നത് എന്ത്? എ സഹോദരരെ, ബി മക്കളെ ഇത് കേൾക്കുവിൻ, സി നിങ്ങളോട് ഞാൻ പറയുന്നു, ഡി കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നു. ഉത്തരം സി നിങ്ങളോട് ഞാൻ പറയുന്നു. ചോദ്യം 123. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? എ ദൈവത്തെ കബളിപ്പിക്കുന്നു, ബി സഹോദരനെ വഞ്ചിക്കുന്നു, സി തന്നെത്തന്നെ വഞ്ചിക്കുന്നു, ഡി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു. ഉത്തരം സി തന്നെത്തന്നെ വഞ്ചിക്കുന്നു. ചോദ്യം 124. ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്താണ്? എ നിത്യജീവൻ, ബി നിത്യരക്ഷ, സി നല്ല ഫലം, ഡി നന്മ. ഉത്തരം എ നിത്യജീവൻ. ചോദ്യം 125. റോമ 3:20 സമാനമായ ഗലാത്യ വാക്യം ഏത്? എ ഗലാത്യ 1:17, ബി 3:18, സി 2:19, ഡി 2:16. ഉത്തരം ഡി ഗലാത്യ 2:16. ചോദ്യം 126. പൗലോസിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം എന്താണ്? എ പുരോഹിതൻ, ബി അപ്പസ്തോല സ്ഥാനം, സി രാജകീയ പൗരോഹിത്യം, ഡി പ്രവാചകൻ. ഉത്തരം ബി അപ്പസ്തോല സ്ഥാനം. ചോദ്യം 127. ലേഖനത്തിൻ്റെ ഉപസംഹാരത്തിൽ ആരോട് വിധേയരായി ജീവിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? എ യേശുക്രിസ്തുവിനോട്, ബി ദൈവത്തിനോട്, സി പരിശുദ്ധാത്മാവിനോട്, ഡി സ്വന്തം മനസാക്ഷിയോട്. ഉത്തരം സി പരിശുദ്ധാത്മാവിനോട്. ചോദ്യം 128. വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും കേപ്പ പിന്മാറാൻ കാരണമെന്ത്? എ വിജാതീയരെ ഭയന്ന്, ബി പരിച്ഛേദിതരെ ഭയന്ന്, സി യഹൂദരെ ഭയന്ന്, ഡി അപരിച്ഛേദിതരെ ഭയന്ന്. ഉത്തരം ബി പരിച്ഛേദിതരെ ഭയന്ന്. ചോദ്യം 129. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് തങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നതിന് ആരാണ് രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ വ്യാജ പ്രബോധകർ, ബി യഹൂദ ക്രിസ്ത്യാനികൾ, സി വ്യാജ സഹോദരന്മാർ, ഡി വ്യാജ പ്രവാചകന്മാർ. ഉത്തരം സി വ്യാജ സഹോദരന്മാർ. ചോദ്യം 130. നിങ്ങൾ എന്തിനെ സ്വീകരിച്ചത്? നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ
അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്. എ ക്രിസ്തുവിനെ, ബി പരിശുദ്ധാത്മാവിനെ, സി വിശ്വാസം, ഡി ആത്മാവിനെ. ഉത്തരം ഡി ആത്മാവിനെ. ചോദ്യം 131. മറ്റൊരു സുവിശേഷമില്ല എന്ന വചനം വരുന്ന വാക്യം ഏത്? എ ഗലാത്യ 2:6, ബി 1:7, സി 3:8, ഡി 4:9. ഉത്തരം ബി ഗലാത്യ 1:7. ചോദ്യം 132. ജഡമോഹങ്ങൾ എന്തിന് എതിരാണ്? എ ദൈവഹിതത്തിന്, ബി ആത്മാവിന്, സി വിശുദ്ധ ജീവിതത്തിന്, ഡി പരിശുദ്ധാത്മാവിന്. ഉത്തരം ബി ആത്മാവിന്. ചോദ്യം 133. ഗലാത്യ 3:28 എത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? എ 3, ബി 12, സി 6, ഡി 10. ഉത്തരം സി 6. ചോദ്യം 134. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച എന്തിനെയാണ് അസാധുവാക്കാത്തത്? എ ഉടമ്പടിയെ, വാഗ്ദാനത്തെ, ബി ഉടമ്പടിയെ, നിയമത്തെ, സി ഉടമ്പടിയെ, വിശ്വാസത്തെ, ഡി ഉടമ്പടിയെ, പ്രത്യാശയെ. ഉത്തരം എ ഉടമ്പടിയെ, വാഗ്ദാനത്തെ. ചോദ്യം 135. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്നവരുടെ പ്രത്യേകത എന്തെന്നാണ് ഗലാത്യ 3:27 പറയുന്നത്? എ അവർ ആത്മാവിനെ ധരിച്ചിരിക്കുന്നു, ബി അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, സി അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു, ഡി അവർ ദൈവമക്കളാകുന്നു. ഉത്തരം ബി അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ചോദ്യം 136. എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ആരെന്നാണ് നിയമഗ്രന്ഥത്തിൽ പറയുന്നത്? എ ഭോഷൻ, ബി ശപിക്കപ്പെട്ടവൻ, സി പാപി, ഡി ദുർബലൻ. ഉത്തരം ബി ശപിക്കപ്പെട്ടവൻ. ചോദ്യം 137. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഗലാത്യ 4:24. ഈ സ്ത്രീകൾ എന്നു പറയുന്നവർ ആരൊക്കെയാണ്? എ മറിയവും എലിസബത്തും, ബി സാറായും ഹാഗാറും, സി റൂത്തും നവോമിയും, ഡി ലേയായും റാഹേലും. ഉത്തരം ബി സാറായും ഹാഗാറും. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.